ലസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ, തിരുസഭയുടെ ആധുനിക വിശുദ്ധ. അലൻസോണിലെ മാർട്ടിൻ സെലിഗ്വറിൻ ദമ്പതികളുടെ നവരത്നങ്ങളിൽ ഏറ്റവും ഇളയ രത്നം, കാർമലിൽ വിരിഞ്ഞ പനിനീർ പുഷ്പം. സ്വർഗീയ ആരാമത്തിൽ നിന്നും റോസാപുഷ്പങ്ങളെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മല വിശുദ്ധ. ഉണ്ണിയേശുവിൻ്റെ കളിപ്പന്താകാൻ ആഗ്രഹിച്ച് ലാറ്റിനെയും പ്രഭാപൂരിതയാക്കിയവൾ, ഹ്രസ്വസുന്ദരമായ തൻ്റെ കൊച്ചു ജീവിതത്തിൽ നിന്ന് കാലത്തിന് മാറ്റാൻ കഴിയാതെ പോയ ചില ധന്യ നിമിഷങ്ങളിലൂടെ നമുക്കും കടന്നു പോകാം. ഞാൻ കൊച്ചു ത്രേസ്യ, ഈശോയുടെ ചെറുപുഷ്പം. ലിസ്യുവിലെ ലെബുസോണയാണ് എൻ്റെ ജന്മഗൃഹം. എൻ്റെ പപ്പായും മമ്മിയും 5 സഹോദരങ്ങളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കൊച്ചു ഭവനം. എനിക്ക് 3 വയസ്സായിരിക്കുമ്പോൾ അമ്മ എനിക്ക് നഷ്ടമായി. പിന്നീട് പരിശുദ്ധ കന്യകാമാതാവായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മ എന്നെ നിരന്തരം സഹായിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയുടെ ഒരു കുഞ്ഞായിരുന്നു എന്ന് തന്നെ പറയാം. എൻ്റെ മൂത്ത സഹോദരിമാർക്ക് ശേഷം ദിവ്യനാഥൻ്റെ വിളി സ്വീകരിച്ച് കാർമലിൽ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. കർമ്മല മഠത്തിൻ്റെ കവാടങ്ങൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെടാൻ ഒരുപാട് കടമ്പകൾ എനിക്ക് കടക്കേണ്ടതായി വന്നു. എൻ്റെ 15-ാം വയസ്സിലാണ് ഞാൻ കർമ്മല മഠത്തിൽ പ്രവേശിക്കുന്നത്. വിശുദ്ധയാവുക എന്ന ഒരു ഉറച്ച തീരുമാനവുമായാണ് അന്നു ഞാൻ കർമ്മല മഠത്തിൻ്റെ കവാടത്തിൽ മുട്ടുകുത്തിയത്. എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ ചുവടുകളിൽ തന്നെ പുഷ്പങ്ങളെക്കാളേറെ മുള്ളുകളെയാണ് ഞാൻ കണ്ടത്. ജീവിത വഴിത്താരകളിൽ സഹനത്തിൻ്റെ മുള്ളുകളിൽ തട്ടി രക്തം കിനിഞ്ഞപ്പോഴും അവയെ സുഗന്ധമുള്ള റോസാപുഷ്പങ്ങളാക്കി അവൾ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിൽ മാത്രം എന്നും തൻ്റെ ഹൃദയം നീതിച്ച അവൾ പ്രാർത്ഥനയെപ്പറ്റി ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥന എന്നത് ഹൃദയത്തെ ഉന്നതത്തിലേക്ക് ഉയർത്തുന്ന ഒന്നാണ്. അത് സ്വർഗത്തിലേക്കുള്ള നോട്ടം മാത്രമാണ്. അത് വേദനകളുടെയും സന്തോഷത്തിൻ്റെയും ഇടയിലുള്ള നന്ദിയുടെയും സ്നേഹത്തിൻ്റെതുമായ ഒരു നിലവിളിയാണ്. ക്രിസ്തുവായിരുന്നു അവളുടെ ആത്മസ്നേഹിതനും ആത്മനാഥനും. അവിടുത്തെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. എല്ലാറ്റിലും അവിടുത്തെ കണ്ടെത്തുവാൻ അവൾ ആഗ്രഹിച്ചു. തൻ്റെ അനുദിന ജീവിതത്തിന് പുറമേ നിന്ന് അസാധാരണമായ ഒരു ത്യാഗവും അവൾ ഏറ്റുവാങ്ങിയിരുന്നില്ല. ജീവിത വഴിത്താരയിൽ വന്നതിനെയെല്ലാം സഹർഷം അവൾ സ്വാഗതം ചെയ്തു. ക്ഷയരോഗത്തിൻ്റെതായ വേദനകൾക്കിടയിലും അവൾ ദൈവത്തോടുള്ള സ്നേഹഗാനം ആലപിച്ചുകൊണ്ടിരുന്നു. എൻ്റെ യുവത്വത്തിൻ്റെ ഹൃദയം പ്രഭാപൂരിതമായപ്പോൾ ആ ജ്വാലയെ സ്നേഹമെന്ന് ഞാൻ വിളിച്ചപ്പോൾ, ഓ യേശുവേ, നീ വന്നു അതിനെ സ്വന്തമാക്കാൻ. ഓ നാഥ, നിനക്ക് മാത്രമേ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ സാധിക്കൂ. കാരണം നിന്നെ സീമകളില്ലാതെ സ്നേഹിക്കുക എന്ന ആവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. വളരെ ചുരുങ്ങിയ നാളുകളെ കൊച്ചു ത്രേസ്യ കർമ്മലയിൽ ജീവിച്ചിരുന്നുള്ളൂ. സഹനത്തിൻ്റെ കാസ എന്നോണം അവൾക്ക് വച്ചു നീട്ടപ്പെട്ട ക്ഷയരോഗത്തെ അവൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. തൻ്റെ മരണക്കിടക്കയിൽ അവൾ അവസാന വാക്കുകൾ മന്ത്രിച്ചു: എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർമ്മല മഠത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രം ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി കണ്ടുപിടിച്ച വിശുദ്ധയെ ആഗോള മിഷൻ മധ്യസ്ഥയായും വേദപാരംഗതയായും തിരുസഭ വണങ്ങുന്നു. സഹനങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തെ സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി മാറ്റിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മോടിപ്രകാരം പറയുന്നു: എൻ്റെ പാത അത് ആധ്യാത്മിക ശിശുത്വത്തിൻ്റെതാണ്. അത് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയമർപ്പിച്ച്
അവിടത്തേക്ക് ഉപാധികളില്ലാതെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയകരമായി പൂർത്തിയാക്കിയ ഈ ചെറിയ വഴി എല്ലാവരെയും പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ കൊച്ചു കൊച്ചു ത്യാഗങ്ങളാകുന്ന പൂക്കൾ യേശുവിൻ്റെ പാദങ്ങളിൽ വിതറി ഊഷ്മളമായ സ്നേഹത്തിലൂടെ അവിടുത്തെ സ്വന്തമാക്കുക. അപ്പോ നമ്മളിന്ന് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ ഫീസ്റ്റ് ആണ് October 1. അപ്പൊ നമ്മള് യൂഷ്വലി കോളേജിലൊക്കെ ആയിരുന്നപ്പോ കോവിഡിനൊക്കെ മുന്നേ നമ്മൾ ഈ ദിവസം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോ രാവിലെ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കേക്ക് മുറിക്കലും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ യൂണിയൻ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യും, ഡാൻസ്, പാട്ട്, കലാപരിപാടികളൊക്കെ ആയിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ദിവസമാണ് ശരിക്കും. പക്ഷെ ഇപ്പൊ പാൻഡമിക്കും ഇതൊക്കെ കാരണം നമുക്ക് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓൺലൈൻ ചെയ്യാണ്. ബാക്കി ക്ലാസ്സസും എല്ലാം പോലെ തന്നെ ഇതും നമ്മൾ ഓൺലൈൻ സെലിബ്രേറ്റ് ചെയ്യാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ പരിപാടികളിൽ നമ്മൾ കുറവ് വരുത്തില്ല കേട്ടോ. നമ്മൾ മാക്സിമം സിൻസിയർ ആയിട്ട് ചെയ്യും. കാരണം സിസ്റ്റർ പ്രിൻസിപ്പൽ ഇപ്പൊ ജൂനിയേഴ്സിന് എന്തോരം അറിയാന്ന് അറിയില്ല, പക്ഷെ നമ്മുടെ ബാച്ചുകാർക്ക് അറിയാം. സിസ്റ്റർ എല്ലാ കാര്യത്തിനും അങ്ങേയറ്റം സിൻസിയറും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. സ്പെഷ്യലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലർ ആയതുകൊണ്ട്, നമ്മുടെ ഇടയിലുള്ള ഏക ഹോസ്റ്റലർ ഞാനായതുകൊണ്ട് ഹോസ്റ്റലിലെ കാര്യം ഞാൻ പറയാം. അപ്പൊ നമ്മള് ഹോസ്റ്റലിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ടാവും. എന്തെങ്കിലും ആ ഡേ എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പൊ സിസ്റ്റർ ശരിക്കും പറഞ്ഞ സിസ്റ്റർ പ്രിൻസിപ്പലാണ്, 100 കൂട്ടം തിരക്കുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് സിസ്റ്റർ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും എൻഡ് ഓഫ് ദ ഡേ കാരണം ആള് നല്ല ടയർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി ആ പ്രോഗ്രാമിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റർ എത്തിയിരിക്കും. അപ്പൊ അത് സിസ്റ്ററിന്റെ ഒരു ശരിക്കും ഡെഡിക്കേഷൻ ആണ് ഹോസ്റ്റലേഴ്സിന്റെ. അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മളവിടെ നിൽക്കണോണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു അമ്മയുടെ പോലെയാണ് സിസ്റ്റർ നമ്മളവിടെ നോക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു 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 നല്ല ഇതാണ്. അത് മാത്രമല്ല ഹോസ്റ്റലിലെ കാര്യം മാത്രമല്ല കേട്ടോ, ബാക്കി കോളേജിലെ കാര്യമാണെങ്കിലും അല്ലേ ഫ്രീന? പിന്നെ അല്ലാണ്ട് ആ ഡീസോണിന്റെ കാര്യമൊക്കെ ഞാൻ പറയേണ്ട വല്ല ആവശ്യമുണ്ടാ? ഞാൻ ഡ്രാമയിലുള്ളതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഡ്രാമയിൽ കുറച്ചു നേരം നമ്മള് എന്താ പറയാ ഭയങ്കര എക്സേർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ ടയേർഡ് ആവും. ഡ്രാമ മാത്രമല്ല, ഡാൻസ്, മാർഗംകളി പോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ടയേർഡായിട്ട് നിൽക്കുമ്പോ പ്രിൻസിപ്പൽ വന്ന് പറയും, നിങ്ങൾക്ക് ക്ഷീണല്ലേ, നിങ്ങൾക്ക് റിഫ്രഷ്മെന്റ് വേണോ എന്ന് പ്രിൻസിപ്പൽ തന്നെ അങ്ങോട്ട് ചോദിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് സെറ്റ് ആക്കി തരും. ഇൻഫാക്ട് അതെ, എല്ലാത്തിനും എന്താ പറയാ ലീഡ് എടുത്ത് എല്ലാത്തിനും നയിക്കാൻ ഒരു കഴിവുള്ള ഒരു സിസ്റ്ററാണ് നമ്മൾക്ക് കിട്ടിയത്. അതെ, നമ്മളിങ്ങനെ പറഞ്ഞോണ്ട് മെറിറ്റ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിപ്പോ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ പറയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടാവും സിസ്റ്ററിന്റെ മെറിറ്റ്സ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ പ്രോഗ്രാംസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സാധാരണ ഈ പാട്ട്, ഡാൻസ് അതൊക്കെ സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ചെയ്യണതല്ലേ? അതെ അതെ അതെ, പാട്ട് ഡാൻസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞ അതൊരു തിങ് ആയി മാറി നമ്മുടെ. എനിക്ക് തോന്നുന്നു കുറച്ച് അത് നല്ലതാണ്. പാട്ട് ഡാൻസ് അതൊക്കെ ആർട്ട് ഫോം തന്നെയാണ്, അതൊക്കെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നണേ കുറച്ചും കൂടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതാണല്ലോ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ടാലൻസ് നന്നായി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, സിസ്റ്റർ പണ്ട് ഗിറ്റാർ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് റൂമർ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സിസ്റ്ററിനെ നമുക്ക് ഗിറ്റാർ വായിച്ച് ഇംപ്രസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഗിറ്റാർ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമ്മുടെ ഇടയിൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ? നമ്മുടെ ക്ലാസ്സില് ആൻഡ്രിയ നന്നായിട്ട് വായിക്കുമല്ലോ, അവള് അടിപൊളിയായിട്ട് വായിക്കും ഗിറ്റാർ. ഞാൻ മറന്നു ആൻഡ്രിയയുടെ കാര്യം. ആൻഡ്രിയ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ അവള് ചെയ്യില്ലേ?
ചോദിച്ചു. പക്ഷെ നമ്മൾ ഇതുവരെയായിട്ടും ഡാൻസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ വർഷവും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡാൻസ് ഉണ്ടാവാറുള്ളത്. ഇത്തവണ നമുക്കത് ജൂനിയേഴ്സിനെ ഏൽപ്പിക്കാം അല്ലെ? ജൂനിയേഴ്സ് റെഡി അല്ലേ? ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ. സ്പിരിറ്റുള്ള ജൂനിയേഴ്സ് ആണ്. കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും മഴയോലും മഞ്ഞല്ലേ മുളയോല കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുല്ലക്കോടിയുമായി കൂകിയും കുറുകിയും പൂവിൽ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്റെ കാതിലോതുമോ മെല്ലെ ഈ ചില്ലുനിലാവിൽ മുല്ലേ നിൻ മുത്തുപൊഴിക്കും കിന്നാര കാറ്റ് കവിൾ പൂന്നുള്ളി നോക്കിയോ ആരും കാണാതെന്നുള്ളിൽ ഒരു മോഹം പൂക്കുമ്പോ ഈണത്തിൽ പാടി പൂങ്കുയിൽ കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി കുഞ്ഞാറ്റ പെണ്ണിനൊടുക്കാൻ കുടമുള്ള കോടിയുമായി കൂകിയും കുറുകിയും ആ സംഭവം പൊളിക്കൂലേ? ഡാൻസ് ജൂനിയേഴ്സിന് കൊടുത്തത് ഏതായാലും നന്നായി. അവര് ഡിസപ്പോയിന്റ്. ഓൺലൈനായിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് യുനോ റൈറ്റ് തിങ്. അപ്പോ നമ്മൾക്ക് എന്താ പറയാ, ഇതൊരു നല്ലൊരു കാര്യമാണ്. നമ്മള് എപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഇതില് നമ്മൾ ഒരു കുറവ് വരുത്താറില്ല. എല്ലാ ഇതിനും ഡാൻസ് ഉണ്ടാവും. അതുപോലെ ഈ വർഷം ജൂനിയേഴ്സിന്റെ ഡാൻസ് ഉണ്ടായി. അതെ അതെ, അവര് പിള്ളേര് പൊളിയാണ്, അവര് അടിച്ചു പൊളിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വരുന്നത്, ഞാനിങ്ങനെ വീണ്ടും ഞാൻ നൊസ്റ്റു അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് നടക്കുമ്പോ. അപ്പൊ ഈ നമ്മള് ലാസ്റ്റ് ഫീസ്റ്റ് ഒക്കെ നമ്മള് എനിക്ക് ശരിക്കും അത് ഓർമ്മ വന്നെ ഡാൻസ് ഒക്കെ അവരുടെ കണ്ടപ്പോ. അപ്പൊ നമ്മള് കോളേജില് നമ്മുടെ ബാച്ചായിരുന്നു ഒന്ന് ഡാൻസ് ഒക്കെ ചെയ്തത്. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചു. അത് യൂണിയന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ യൂണിയന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഫസ്റ്റ് പേര് ഞങ്ങളുടെ യൂണിയൻ ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, യൂണിയൻ ഞങ്ങൾ വിൻ ചെയ്ത് യൂണിയൻ ഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു സിസ്റ്ററിന്റെ ഫീസ്റ്റ്. അതിന് നല്ല പോലെ അപ്രീസിയേഷൻ കിട്ടിയൊരു ഇതായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ആയാലും യൂണിയൻ ഓർഗനൈസ് ചെയ്യണ എല്ലാ പ്രോഗ്രാംസ് ആണെങ്കിലും സിസ്റ്ററിന്റെ അവർ ശരിക്കും യൂണിയന്റെ കാര്യത്തിൽ സിസ്റ്ററിന്റെ ഒരു ബോൺ ലീഡർ തന്നെയാണ് കേട്ടോ സിസ്റ്റർ ശരിക്കും പറഞ്ഞത്. കാരണം ഒരു കാര്യം വേണം എന്ന് വിചാരിച്ചാൽ അത് നടത്താൻ പറ്റില്ല. ഒരു ട്രൂ ലീഡറിന്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ വീണ്ടും കാടി കയറി നമ്മൾ അപ്പൊ നമുക്ക് വീണ്ടും എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളോണ്ടേ അത് ഇങ്ങനെ ആവണതാ. അതെ, വീണ്ടും നമ്മള് പറഞ്ഞു പോവാണ്. മെയിൻ മീറ്റിംഗിന്റെ മെയിൻ എയിമിനെ കുറിച്ച് നമ്മൾ മറന്നു പോവാണ്. അത് കഴിഞ്ഞ ഒരു കാര്യം പറയട്ടെ. അപ്പൊ നമ്മൾ ഡാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ആൻഡ്രിയയുടെ ഗിറ്റാർ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനെ കുറിച്ച് അത് സെറ്റ് ചെയ്തു. ഏകദേശം ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാട്ട് എന്നുള്ളൊരു സംഭവം നമുക്ക് ഇനി വേണ്ട. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പൊ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബോട്ടിലാട്ട് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക്, വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് അത് സിസ്റ്ററിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തോന്നുന്നു. ഈ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട്
അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആരോ ഉള്ളേ നമ്മുടെ ഇടയില്? ജൂനിയേഴ്സ് ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും വരയ്ക്കലും പരിപാടികളും ചെയ്യുന്നവരുണ്ടോ? കാരണം നിങ്ങളുടെയും ഒരു ടാലന്റ് നമുക്ക് കൊണ്ടുവരാൻ കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ ചാടി ഈ കുറിച്ച് പറയുമ്പോഴാണ് നമ്മള് മറ്റേ ഫസ്റ്റ് ഇയറിൽ തകർത്തൊരു ഐറ്റം ഉണ്ടായിരുന്നു ഫ്രീനയുടെ കോഫി ആർട്ട് ഓർമ്മയില്ല എനിക്ക്? അതെ അതെ അതെ, അഫ്രീന കോഫി ആർട്ട് ഫെയിം അഫ്രീന ആയിട്ടുള്ള ഒരു ഇതാണത്. അഫ്രീന അതിലാണ് ആള് കേറി വന്നത്, അവിടെ ഫേമസ് ആയത്. എഫ്രീന മാത്രമോ നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അടക്കം ആരെ കൊടുത്ത്? എഫ്രീന ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അതെ, അപ്പൊ നമ്മുടെ ഇടയിൽ ആരാ, നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളിലേക്ക് പോകേണ്ട, ആരാണ് ഇതൊന്നും ചെയ്യാൻ പറ്റുക നമ്മുടെ ഇടയില്? ജൂനിയേഴ്സ് ആരാണ്? ജൂനിയേഴ്സിൽ എനിക്ക് തോന്നുന്നു സിയാന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് അടിപൊളിയായിട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്തിരി കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ പെൻസിൽ ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കണമെങ്കിൽ നല്ലതായിരിക്കും. സിയ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോ, പെൻസിൽ ഡ്രോയിങ് ചെയ്തോളാം. നന്നായി. അതെന്തായാലും നമ്മൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ലെഗസി അതങ്ങനെ കൊണ്ടുപോയി. അതെ അതെ അതെ, പാരമ്പര്യം നിലനിർത്തി. അഫ്രോ പറഞ്ഞാ പിന്നെ അതിന്റെ മേളൊന്നുമില്ല. കാരണം ആർട്ടിസ്റ്റ് തന്നെ പറഞ്ഞു, ആർട്ടിസ്റ്റ് സ്വയം പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ദി ആർട്ടിസ്റ്റ് ഹാസ് സ്പോക്കൺ. അപ്പൊ നമുക്ക് പിന്നെ വേറൊരു അതിന്റെ മേളിലൊന്നുമില്ല. അങ്ങനെ അപ്പൊ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ നമ്മൾ ഗ്രാൻഡ് ആക്കി. എന്തായാലും നമ്മള് എല്ലാവരും റെഡി ആയിട്ട് അതിന് പിന്നെ ഇതില് നമുക്ക് ഒരു ലിമിറ്റേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയത്തിൽ നമ്മൾ ഇത് ചെയ്യേണ്ടി വന്നതാണ്. പക്ഷെ എന്നാലും അതൊരു ലിമിറ്റേഷൻ ഒന്നും ആക്കിയില്ല. എല്ലാവരും നന്നായി അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് നന്നായി ചെയ്തു. പിന്നെ ഇതില് മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തോരം ഗ്രാൻഡ് ആക്കി നല്ല സിസ്റ്റം നോക്കുക. ഓൾ ദാറ്റ് മാറ്റേഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇസ് ഹൗ മച്ച് ലവ് വി ഷോ ഹർ. അപ്പൊ അത് നമ്മുടെ എഫേർട്സിൽ അത് എവിഡന്റ് ആണ്. അപ്പൊ സിസ്റ്റർ ഷോർലി അത് കാണാണ്ടിരിക്കില്ല. അപ്പൊ നമ്മള് ആ ഒരു എൻഡവറിൽ നമ്മൾ സക്സസ്ഫുൾ ആയി, ഷോയിങ് ആർ ലവ് ടുവേർഡ്സ് സിസ്റ്റർ. അപ്പൊ നമ്മുടെ വർക്ക് ഹിയർസ് ഡൺ ശരിക്കും പറഞ്ഞാൽ. നമ്മള് പരിപാടിയൊക്കെ സെറ്റ് ആയ സ്ഥിതിക്ക് അന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് ആ മീറ്റിംഗ് അവസാനിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ. എന്നാ ഓക്കെ, ബൈ. സ്നേഹത്തിൻ വാടിയ പൂവായി വിടർന്നൊരു സ്വർഗീയ കന്യകെ കൊച്ചു ത്രേസ്യ. സ്നേഹത്തിൻ വാടിയ പൂവായി വിടർന്നൊരു സ്വർഗീയ കന്യകെ കൊച്ചു ത്രേസ്യ. സൗരഭ്യമോലുമാതണങ്ങൾ വിതറുക, സ്നേഹ സൗരഭ്യം നിറഞ്ഞിടട്ടെ. സൗരഭ്യമോലുമാതണങ്ങൾ വിതറുക, സ്നേഹ സൗരഭ്യം നിറഞ്ഞിടട്ടെ. സ്നേഹത്തിൻ വാടിയ പൂവായി വിടർന്നൊരു സ്വർഗീയ കന്യകെ കൊച്ചു ത്രേസ്യ. പാപികൾ തിങ്ങി നിറഞ്ഞൊരു ഭൂമിയിൽ പാവന സ്നേഹത്തിൻ ദൂതീകുക. പാപികൾ തിങ്ങി നിറഞ്ഞൊരു ഭൂമിയിൽ പാവന സ്നേഹത്തിൻ ദൂതീകുക. പാവനമാം നിൻ കൈകളാൽ ഞങ്ങളെ പാപത്തിൽ വീഴാതെ താങ്ങിയിടുക. പാവനമാം നിൻ കൈകളാൽ ഞങ്ങളെ
സീക്രട്ട് ഹാർട്ട് വുമൻസ് കോളേജിനെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ ഫീസ്റ്റ് ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. അതെ, നമ്മുടെ പ്രിൻസിപ്പൽ റെവറൻ ഡോക്ടർ സിസ്റ്റർ ഐറിൻ തന്റെ സ്വർഗീയ മധ്യസ്ഥയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സുന്ദര സുദിനം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ പ്രവർത്തന മേഖലയെ ധന്യമാക്കുന്ന സിസ്റ്റർ ഒരമ്മയ്ക്കടുത്ത വാത്സല്യത്തോടെ സ്ഥാനമായി ഇടപെടുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകാര്യമായ വ്യക്തിത്വത്തിന് ഉടമയാണ്. സർവോപരി നമ്മുടെ തിരുഹൃദയ കലാലയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയായ അമരക്കാരി. നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന സിസ്റ്ററിന് ആയുരാരോഗ്യവും ആത്മീയ നന്മകളും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന സിസ്റ്ററിന് ഞങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഹൃദയം നിറഞ്ഞ തിരുനാൾ ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഇരുളിന്റെ ലോകത്തെങ്ങും അറിവാകും കൈത്തിരിയേന്തി ഉയരുവാൻ പ്രാർത്ഥനയോടെ പാദതളിച്ചു തന്നവർ ഗുരുനാഥർ. ഇരുളിന്റെ ലോകത്തെങ്ങും അറിവാകും കൈത്തിരിയേന്തി ഉയരുവാൻ പ്രാർത്ഥനയോടെ പാദതളിച്ചു തന്നവർ ഗുരുനാഥർ. இறந்து வந்து மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா. என் கூந்தல் தேவன் தூங்கும் பள்ளி மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா? நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல். ऐसे तो मन मेरा पहले भी रातों में अक्सर ही चाहत के सपने सजोता था, पहले भी धड़कन ये धुन कोई गाती थी, पर अब जो होता है वो पहले न हो
someone who has the ability to influence others. A leader is someone who has the ability to guide others. A leader is someone who has a clear vision. And our dear leader who possesses all these qualities, our dear principal, Dr. Sister Irene, we, the students of Bacom Finance Department, is wishing you a very happy feast day. Dr. Reena Ityachan, Sister Irene, was born on 29th December 1971 at Mekad, a small village in Nedumbasheri Panchayat, Ernakulam district, Kerala. She did her schooling from Nirmala English Medium High School, Aluva, near Cochin in Kerala, and completed pre-degree from Sacred Heart College, Chalakudy. She obtained bachelor's degree from MG University through Bharat Mother College, Cochin. She gained master's degree in physics from University of Madras through Loyola College, Chennai, after which she underwent the religious training and became a member of Franciscan Clarist Congregation, FCC, Alvernia Province, Irinalakuda, Kerala in the year 1999. She pursued MPhil degree in physics from Loyola College, University of Madras in the year 2000 and was the gold medalist for the same. She was also awarded with PhD from University of Madras through Loyola College in the year 2004 in the field of crystal growth. She started her career as assistant professor in physics, Sacred Heart College, Chalakudy in the year 2007 and also acted as the college hostel warden for 3 years. She continued her research in semi-organic nonlinear optical amino acid crystals, which is relevant in the applications in laser technology, optoelectronic, etc. She has more than 10 international publications with good impact factor, including the 2 papers published recently. She presented a paper in European Conference on Crystal Growth at Bologna, Italy, and for the same she was selected for the International Travel Grant from UGC. She attended the 26th annual meeting of the German Crystallographic Society and presented a paper with the title A Study on the Growth, Structural, Optical, Photoluminescence Properties of Di-doped L-arginine diphosphate single crystals, picolinium tartrate monohydrate. She was a committee member of International Conference on Electronics, Optoelectronic Materials and Nanotechnology held at Singapore. She was dignified with Academic Eminence Award on 16th June 2017 by Dr. K.T. Jalil, Honorable Minister of Local Administration, Government of Kerala. Bharat Vidya Ratna Award was presented to Dr. Sister Irene for outstanding achievements and remarkable role in the field of education by International Business Council at New Delhi on 5th August 2017. She served as NAC peer team member to visit Bauth Panchayat College, Odisha. She took charge as principal of Sacred Heart College, Chalakudy on 1st June 2016, after which our college was able to obtain A+ grade with CGPA 3.55 in the re-accreditation process by NAC in 2017. The greatest test of her leadership was the devastating flood of 2018. The college overcame its worst crisis with the sheer determination and strength of our principal. I remember the words of Brian Tracy. The true test of leadership is how well you function in a crisis. And she passed that test with flying colors, and we rebuilt our empire. She is our role model, she is our backbone, and she is our inspiration. COVID-19 is our latest challenge, and we will surely overcome that too. From you, we have learned resilience. Wishing you blessings on your feast day. Happy feast day to our dearest principal, Dr. Sister Irene. നിഴലിൻ
നിലാവേ വരൂ തേരിറങ്ങുമുകിലേ മഴത്തൂവലൊന്ന് തരുമോ നോവലിന്യമിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാനായി ഇരുൾ മൂടിയാലുമിൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേരിറങ്ങുമുകിലേ മഴത്തൂവലൊന്നു തരുമോ നോവലിന്യമിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാനായി देखो उड़ी उड़ी जाए उड़ी उड़ी जाए उड़ी उड़ी जाए दिल की पतंग देखो उड़ी उड़ी जाए कहने को तो खेल है ये तेरा मेरा साझा पर मेरा दिल है पतंग और तेरी नजर मांझा मांझे से लिपटी ये पतंग जुड़ी जुड़ी जाए उड़ी उड़ी जाए उड़ी उड़ी जाए दिल की पतंग देखो उड़ी उड़ी जाए भावरा मन देखने चला एक सपना भावरा मन देखने चला एक सपना भावरे से मन की देखो भावरी है बातें भावरे से धड़कने है भावरी है सांसें भावरे से करवटों से निंदिया दूर भागे भावरे से नैन चाहे भावरे झरोखों से भावरे नजारों को तकना भावरा मन देखने चला एक सपना भावरा मन देखने चला एक सपना ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറിന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവിധ ആശംസകളും ഹാപ്പി ഫീസ്റ്റ്. Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing, oh my soul, and worship Your holy name. The sun comes up, it's a new day drawing. It
ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഡോക്ടർ സിസ്റ്റർ ഐറിന് എല്ലാവിധ ഫീസ്റ്റ് ആശംസകളും. ഹാപ്പി ഫീസ്റ്റ് ഡേ. Happy Feast Day, sister. ഹാപ്പി ഫീസ്റ്റ് ഡേ. Happy Feast Day, sister. ഹാപ്പി ഫീസ്റ്റ് ഡേ സിസ്റ്റർ. ഇന്ന് ഫീസ്റ്റ് ഡേ ആഘോഷിക്കുന്ന ഡോക്ടർ സിസ്റ്റർ ഐറിന് എല്ലാവിധ ഫീസ്റ്റ് ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ഫീസ്റ്റ് ഡേ അവർ ഡിയറസ്റ്റ്. Happy feast day, sister. May God grant you the best in life. ഹാപ്പി ഫീസ്റ്റ് ഡേ സിസ്റ്റർ. മേ ഗോഡ് ബ്ലെസ് യു. ആദ്യമായി തന്നെ സിസ്റ്ററിന് ഫീസ്റ്റ് ഡേ ആശംസിക്കുന്നു. ഹാപ്പി ഫീസ്റ്റ് ഡേ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തുതൊട്ടു പോകുകിൽ, ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. രാവിരയായിതളോരമായിതാ ചേരുന്നു ഞാനോ തനിയേ, പൂന്തേനുറങ്ങുന്ന പൂവിനുള്ളിലിതാ പൂക്കൊന്നു മോഹം പതിയേ. നിന്നെ നുകരുമ്പോൾ അകമിയലിയുമ്പോൾ ഒരായിരമാനന്ദം വിരിയുമിനിയാവോളം നിന്നിൽ ചേരുമീ നേരം ജന്മം ധന്യമാ. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ, പിരിയാതിന്നുമേ ജീവനേ. ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീകുമോ, ഹൃദയം നീറുമ്പോഴും മിന്നുമേ. ഈറന്നിലാവിൽ വരവായി
കടലിൻ മൊഴി അലയാ മുരയാ കാതൽ മൊഴി വിഴിയാ இதழா இயற்கையின் மொழிகள் புரிந்துவிடும் மனிதரின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்துவிடில் மனிதர்க்கு மொழியே தேவையில்லை காற்றின் மொழி ஒளியா இசையா பூவின் மொழி நிறமா மணமா गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग मैं छोड़ा ही घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छोड़ा ही घर बार ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. മത്തായി 18:4 എന്ന ക്രിസ്തുവചനത്തിൽ അധിഷ്ഠിതമായ ആത്മീയ ശിശുത്വം എന്ന കുറുക്കുവഴിയിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാൻ നിരന്തരം പരിശ്രമിച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ എൻ്റെ സമയം ഞാൻ ചിലവഴിക്കും, സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇഹലോകവാസം വെടിയുന്നത്. ഈശോയുടെ ആരാമത്തിലെ ഒരു ചെറുപുഷ്പം ആകാനാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആഗ്രഹിച്ചത്. അനുസരണം, അധ്വാനം, സ്നേഹം, ശുശ്രൂഷ എന്നീ ഗുണങ്ങളെല്ലാം കൊച്ചു ത്രേസ്യയിൽ വിളങ്ങിയിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമധാരിയായ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ഐറീൻ ഈ ഗുണങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തിരുഹൃദയ കലാലയത്തിൻ്റെ നെടുംതൂണും നമുക്കെല്ലാവർക്കും മാതൃകയും പ്രചോദനവും പകരുന്ന ഒരു ആദരണീയ വ്യക്തിത്വമാണ് സിസ്റ്റർ. കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചതുപോലെ നമ്മുടെ കോളേജിൻ്റെ ഉന്നമനത്തിനായി സിസ്റ്റർ അധ്വാനിക്കുന്നുണ്ട്. പ്രളയകാലത്ത് കോളേജിനുണ്ടായ നാശനഷ്ടത്തിൽ നിന്ന് പെട്ടെന്ന് പടുത്തുയർത്താൻ സിസ്റ്ററിന് സാധിച്ചു. ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ പോലും കോളേജിൽ വരാൻ പറ്റാത്ത ഞങ്ങൾക്ക് ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വിവിധ വെബിനാറുകൾ നടത്തി ഞങ്ങളെ വളർത്തുകയാണ് സിസ്റ്റർ. ഞങ്ങൾക്ക് വേണ്ടിയും കോളേജിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയത്നിക്കുന്ന സിസ്റ്ററിന് ഫീസ്റ്റ് ദിനത്തിൽ ദൈവത്തിൻ്റെ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുദിനത്തിൻ്റെ ഒരുപാട് മംഗളാശംസകൾ നേരുന്നു. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം ഗോപുരം Oh
everyone. On this auspicious occasion of Dr. Sister Iron Feast Day, we thank our dear Almighty for the great gift to us, for the gift of this holy lady who spent her whole life to accomplish God's extraordinary mission. We sincerely greet you and pray to God for your prosperity, good health and happiness. ഇന്നേ ദിവസം നാമഹേതു തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിന് എൻ്റെ പേരിലും PG മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലെബനോനിൽ വിരിയും ലില്ലി പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലെബനോനിൽ വിരിയും ലില്ലി പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ. കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ നോഹതൻ പേട്ടകമേ നോഹതൻ പേട്ടകമേ റോസാ 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 സ്വർഗീയ റോസാ ആനന്ദ റോസാ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ദാവീദിൻ തിരുഗോപുരമേ പൂവുകൾ
मरहमी सा चांद है तू, दिल जला सा मैं अंधेरा, एक दूजे के लिए है नींद मेरी, ख्वाब तेरा। तू घटा है फुहार की, मैं घड़ी इंतजार की, अपना मिलना लिखा इसी बरस है ना, जो मेरी मंजिलों को जाती है, तेरे नाम की कोई सड़क है ना, जो मेरे दिल को दिल बनाती है, तेरे नाम की कोई धड़क है ना। ഒക്ടോബർ 1 ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഓർമ്മ ആചരിക്കുന്ന ദിനം. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത കർമ്മലീത്ത സന്യാസിനിയായിരുന്നു. ഒരു ചെറിയ മുറിയിലിരുന്ന് മാത്രം പ്രാർത്ഥിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യ സഭയുടെ മിഷൻ പ്രവർത്തന മധ്യസ്ഥ കൂടിയുമാണ്. 1997 കത്തോലിക്ക സഭ വേദപാരംഗതയുടെ പദവി നൽകി വിശുദ്ധ കൊച്ചുത്രേസ്യയെ ബഹുമാനിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1897 സെപ്റ്റംബർ 30 ചെറുപുഷ്പം അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കും എന്ന വിശുദ്ധിയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ സിസ്റ്ററിന് സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും പേരിൽ ഏറെ സന്തോഷത്തോടെ തിരുനാൾ മംഗളം നേരുന്നു. ഹാപ്പി ഫീസ്റ്റ് ഡേ. Shri
ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം ഒരു 100 പൊൻതരി കണിവിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോപഹാരമായി സ്വരമൊഴുകി ഇത് പുണ്യമുണർന്ന സുവർണ ദിനം ഒരു കോടി മംഗളം വരമരുളി മകരന്ദ ബിന്ദുവായി പ്രിയ നിമിഷം. ഹാപ്പി ഫീസ്റ്റ് ഡേ സിസ്റ്റർ.